നമസ്കാരം. ഇന്നത്തെ ക്ലാസ് +1 തുല്യത പൊളിറ്റിക്കൽ സയൻസിൻ്റെ നമ്മുടെ 2024 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +1 തുല്യത പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ 2 ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്: മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? മൗലിക അവകാശങ്ങൾ ഏവാന്നുള്ളതാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ ഉറപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് എഴുതുക എന്നുള്ളൊരു ചോദ്യം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നമ്മുടെ ചാപ്റ്റർ 5 പേജ് നമ്പർ 60. ചാപ്റ്റർ 5 പേജ് നമ്പർ 60. അത് നമുക്ക് വളരെ ലളിതമായിട്ട് പഠിച്ചെടുക്കാം. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? മൗലിക അവകാശങ്ങൾ ഏതെല്ലാം എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ്, അല്ലെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ടോപ്പിക്ക് മൗലിക അവകാശങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് പോവാണ്. ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദ്യം മൗലിക അവകാശങ്ങൾ എന്നാൽ എന്തെന്നുള്ള ഉത്തരം. ഇനി മൗലിക അവകാശങ്ങൾ ഏവാന്നുള്ള നമ്മൾ അത് വിശകലനം ചെയ്യുന്നു. മൗലിക അവകാശങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. മൗലിക അവകാശങ്ങൾ ഏവാന്നുള്ളതിന് ഉത്തരമാണ്: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങൾ ഏവാന്നുള്ളതിന് ഉത്തരമാണ്. നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട്, 6 എണ്ണം. അപ്പോൾ നമ്മൾ മൗലിക അവകാശങ്ങൾ 6 എന്ന് പറഞ്ഞിട്ട് ഈ 6 എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? സമത്വത്തിനുള്ള അവകാശം. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 ചൂഷണത്തിനെതിരായ അവകാശം. 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 തരത്തിൽ എന്തുണ്ട്? മൗലിക അവകാശങ്ങളുണ്ട്. ചോദ്യം എന്താണ്? മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? മൗലിക അവകാശങ്ങൾ ഏവാന്നുള്ളതാണ്. ഉത്തരത്തിൽ പോകുന്നു. ആദ്യം മൗലിക അവകാശം എന്താണെന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ 6 ഉണ്ട്. 1 സമത്വത്തിനുള്ള അവകാശം. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 ചൂഷണത്തിനെതിരായ അവകാശം. 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അവസാനത്തെ 6 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ ഈ 6 എന്തുണ്ട്? മൗലിക അവകാശങ്ങളുണ്ട്. ഈ വായിച്ച് കേട്ട് പഠിച്ച് നന്നായി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും. 2024 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +1 തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ 4 6 മാർക്കിന് ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ചോദ്യം മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? മൗലിക അവകാശങ്ങൾ ഏവാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൗലിക അവകാശം എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കുന്നു. ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ 6 സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം. അങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചൂഷണത്തിനുള്ള അവകാശമല്ല, ചൂഷണത്തിനെതിരായ അവകാശം. നമ്മൾ ആരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള അതിനെതിരെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചൂഷണത്തിനെതിരായ അവകാശം. 3 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇതാണ് മൗലിക അവകാശങ്ങൾ. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സയൻസിലെ +1 തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ എന്നുള്ള
ഗണത്തിലേക്ക് വരുന്ന 2 ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്, മൗലിക അവകാശങ്ങൾ ഏവാന്നുള്ളതാണ്. മൗലിക അവകാശങ്ങൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ നമ്മളിവിടെ എന്താ മൗലിക അവകാശം എന്ന് പറഞ്ഞിട്ട്, എന്താ മൗലിക അവകാശം? ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് മൗലിക അവകാശങ്ങൾ പ്രധാനമായും 6ആണ്. മൗലിക അവകാശങ്ങളെ 6ആയി തിരിക്കാം. എന്നിട്ട് ഇങ്ങനെ 6 എക്സ്പ്ലെയിൻ ചെയ്യാം. 1 സമത്വത്തിനുള്ള അവകാശം, സമത്വം. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 ചൂഷണത്തിനെതിരായ അവകാശം. 4 മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അവസാനത്തെ 6ാമത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇത് മാർക്ക് അനുസരിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം നമ്മൾ 6 ഹെഡിങ് താഴത്തെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഹെഡിങ് കൊടുക്കണം. എന്ത്, സമത്വത്തിലുള്ള അവകാശം ഹെഡിങ് കൊടുത്തതിന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാറ് 4 വരെ നമ്മൾ ചെയ്ത് വെക്കാം. ആ പേരിൽ തന്നെ ഉണ്ട് സമത്വം. എല്ലാ മേഖലയിലും എല്ലാവർക്കും എന്ത് വേണം, സമത്വം. അത് നേടിയെടുക്കാനുള്ള അവകാശമാണ് എന്ത്, സമത്വമുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് സമത്വത്തെക്കുറിച്ചൊരു ഒരു 3-4 വരി എഴുതി വെക്കുക. അടുത്ത ഹെഡിങ് കൊടുക്കുക, സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഹെഡിങ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് എഴുതാം. അത് ആ പേരിൽ തന്നെ ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എഴുതാൻ പറ്റും. അടുത്ത 3ാമത്തെ എന്താണ്, ചൂഷണത്തിനെതിരായ അവകാശം. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ ചൂഷണത്തിന് വിധേയമാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ അതിനുള്ള അവകാശങ്ങളുണ്ട്. അതാണ് ചൂഷണത്തിനെതിരെ അവകാശം എന്നുള്ള. അടുത്ത ഹെഡിങ് കൊടുക്കാം, മതസ്വാതന്ത്ര്യത്തിന് ഹെഡിങ് കൊടുക്കാം. മതസ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട മതം നമുക്ക് എന്ത് ചെയ്യുന്നത്, പിന്തുടരാൻ നമുക്ക് അവകാശമുണ്ട്. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്നുള്ളത് എഴുതണം. അടുത്ത 4ാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ഭരണഘടനാപരമായ പ്രതിനിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിനിധിക്കുള്ള അവകാശം. ഇത്രയാണ് എന്ത്, നമ്മുടെ 6 മൗലിക അവകാശങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ആവർത്തിച്ച് കേട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം സമത്വമാണ്. സമത്വം എന്നാൽ എന്ത്, സമത്വത്തിൻ്റെ തലങ്ങൾ എന്തെല്ലാം? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സമത്വത്തിൻ്റെ തലങ്ങൾ എന്തെല്ലാം? സമത്വം എന്നാൽ എന്ത്, സമത്വത്തിൻ്റെ 3 തലങ്ങൾ ഏതെല്ലാം എന്നുള്ള ചോദ്യം. സമത്വത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 37 ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 37 ഇതുള്ളത്. പേജ് നമ്പർ 37, ചാപ്റ്റർ 3 ആണ്. നമ്മുടെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക്, പൊളിറ്റിക്കൽ സയൻസിലെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 3ാമത്തെ പാഠത്തിൽ, അതായത് 37ാമത്തെ പേജിലാണ് ഇതുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം എന്താണ്, സമത്വത്തിൻ്റെ 3 തലങ്ങൾ ഏതെല്ലാം? സമത്വത്തിൻ്റെ 3 തലങ്ങൾ എന്നാൽ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. സമത്വം എന്നാൽ എന്ത്, സമത്വത്തിൻ്റെ 3 തലങ്ങൾ ഏതെല്ലാം നിർവചിക്കുക എന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക എന്നൊക്കെയാണ് ചോദ്യം വരിക. അപ്പോൾ ചോദ്യം മനസ്സിലാക്കുക, സമത്വ തലങ്ങൾ. സമത്വം എന്നാൽ എന്താണ്? എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് സമത്വം. എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് എന്ത്, സമത്വം. നമുക്കറിയാം, നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തികളെ തമ്മിൽ വേർതിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ജാതിയുടെ പേരിലൊക്കെ എന്ത് ചെയ്യുന്നത്, ലിംഗത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിലൊക്കെ എന്ത് ചെയ്യണം, വ്യക്തികളെ എന്ത് ചെയ്യും, തമ്മിൽ വേർതിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം സമത്വം എന്നാൽ എന്ത്, സമത്വ തലങ്ങൾ നിർവചിക്കുക എന്നുള്ളതാണ്. സമത്വ തലങ്ങളെ കുറിച്ച് എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ സമത്വം എന്ന് എഴുതാം. എന്താ സമത്വം? എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് സമത്വം. എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് സമത്വം. പിന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ സമമായി നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് സമത്വം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ സമമായി നിറവേറ്റപ്പെടുന്ന, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സമമായി നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് എന്ത്, സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും എന്ത് കൊടുക്കുക, തുല്യ ബഹുമാനം, എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഒരേ രീതിയിൽ പരിഗണിക്കുക ആണ് ഈ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമത്വം എന്നാൽ എന്താണ്, നമ്മൾ 2 സെൻറ്റൻസ് എഴുതി വെക്കുന്നത്. എന്താണ്? എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് സമത്വം. എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് സമത്വം.
ജനനം, സമ്പത്ത്, ലിംഗം, ജാതി, വർഗം, നിറം, ദേശം എന്നിവയുടെ പേരിൽ ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സമത്വ സിദ്ധാന്തം പറയുന്നത്. ജനനം, സമ്പത്ത്, ലിംഗം, ജാതി, വർഗം, നിറം, ദേശം എന്നിവയുടെ പേരിൽ ഒരു വിവേചനം ഉണ്ടാക്കാൻ പാടില്ലെന്നാണ് സമത്വ സിദ്ധാന്തം. അപ്പോൾ മനുഷ്യരുടെ ഇത്തരം പ്രാഥമിക ആവശ്യങ്ങൾ സമമായി നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ സമമായി നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് സമത്വം. രണ്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് സമത്വം. എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും ആദരവും കൽപ്പിക്കുന്നതാണ് സമത്വം. ജനനം, സമ്പത്ത്, ലിംഗം, ജാതി, വർഗം, നിറം, ദേശം എന്നിവയുടെ പേരിൽ ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സമത്വ സിദ്ധാന്തം. മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ സമമായി നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് ആ സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇനി പറയുന്നത് സമത്വ തലങ്ങളെക്കുറിച്ചാണ്. പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെയാണ്, സമത്വം എന്നാൽ സമത്വ തലങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമത്വം എന്താണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് സമത്വ തലങ്ങളാണ്. 3 തരത്തിൽ സമത്വം ഉണ്ട്. രാഷ്ട്രീയ സമത്വം, സാമ്പത്തിക സമത്വം, സാമൂഹിക സമത്വം. 3 തരത്തിലുള്ള സമത്വം. ഇവിടെ സമത്വത്തിൻ്റെ 3 മാനങ്ങൾ എന്നൊക്കെ ചോദിച്ചാലും കൺഫ്യൂഷൻ ആവേണ്ട. 3 മാനങ്ങൾ എന്ന് പറഞ്ഞാലും 3 തലങ്ങൾ പറഞ്ഞാലൊക്കെ സെയിം ആണ്. സമത്വത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ സമത്വത്തിൻ്റെ 3 മാനങ്ങളെക്കുറിച്ച് എഴുതുക എന്നൊക്കെ ചോദിച്ചാലും എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ സമത്വത്തെ 3ആയി തിരിക്കാം. രാഷ്ട്രീയ സമത്വം, സാമ്പത്തിക സമത്വം, സാമൂഹിക സമത്വം. എന്താണ് രാഷ്ട്രീയ സമത്വം, സാമ്പത്തിക സമത്വം, സാമൂഹിക സമത്വം? ആ രാഷ്ട്രീയ സമത്വത്തിൽ നമ്മൾ എന്തൊക്കെ എഴുതും? ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്? നിങ്ങൾ എല്ലാവരുടെയും വോട്ട് ഒരേപോലെയാണ് പരിഗണിച്ചല്ല. നമ്മളെന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ രാഷ്ട്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും രാഷ്ട്രീയ പ്രക്രിയയിൽ തുല്യ പങ്കാളിത്തം എന്നാണ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും രാഷ്ട്രീയ പ്രക്രിയയിൽ തുല്യ പങ്കാളിത്തം എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ രാഷ്ട്രീയ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വോട്ടവകാശം, തുല്യ പൗരത്വം ലഭിക്കുന്നു. ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ രാഷ്ട്രീയ സമത്വം. അപ്പോൾ നമ്മൾ ഈ 3 സമത്വം ഉണ്ടെന്ന് ഹെഡിങ് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം എന്തെടുക്കണം, രാഷ്ട്രീയ സമത്വം, അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതുക. പിന്നെ ആ പേരിലുണ്ട് നമുക്ക് ആ പോയിൻറ്റ്സ് പഠിച്ച് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടും. കാരണം രാഷ്ട്രീയ സമത്വം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് രാഷ്ട്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും രാഷ്ട്രീയ പ്രക്രിയയിൽ തുല്യ പങ്കാളിത്തം എന്നാണ് ഈ രാഷ്ട്രീയ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ എല്ലാ അംഗങ്ങൾക്കും എന്താണ് തുല്യ പങ്കാളിത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ സമത്വം. ഉദാഹരണം നമ്മൾ വോട്ടവകാശം, എല്ലാവർക്കും തുല്യ പൗരത്വം, അടിസ്ഥാന അവകാശങ്ങളായ വോട്ടവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സഞ്ചരിക്കാനും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുപദവികൾ വഹിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു, ഈ രാഷ്ട്രീയ സമത്വത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രീയ സമത്വ എക്സ്പ്ലനേഷൻ രണ്ടാമത് എഴുതി കൊടുക്കുന്നു, സാമ്പത്തിക സമത്വം. എന്താ സാമ്പത്തിക സമത്വം? ആ പേരിലുണ്ട് സമ്പത്ത് ഒരേപോലുള്ള രീതിയിൽ സമ്പത്തിനെ കുറിച്ച് എഴുതി വെക്കുക. എന്താണ്, തുല്യ ജോലിക്ക് തുല്യ വേതനം, ജോലി ചെയ്യാനുള്ള അവകാശം, മിനിമം കൂലി ലഭിക്കാനുള്ള അവകാശം, ന്യായമായ വിശ്രമത്തിലുള്ള അവകാശം, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ ഈ സാമ്പത്തിക സമത്വത്തിൽ വരുന്നതാണ്. സാമ്പത്തിക സമത്വത്തിൽ എഴുതണം. ചില ആളുകളുടെ കയ്യിൽ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, പണം കേന്ദ്രീകരിക്കാൻ പാടില്ല, അതവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം, സാമ്പത്തികമായി സമത്വം വേണം. എല്ലാവരും എന്ത് വേണം, ഫിനാൻഷ്യൽ എന്താണ്, എല്ലാവരും ഒരു ഈക്വലൈസേഷൻ വേണം. അതായത് സാമ്പത്തികമായി എല്ലാവരും എന്ത് ചെയ്യണം, ഒരു സമത്വം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ ഇതാണല്ലോ നമുക്ക് എന്താണ്, തുല്യ ജോലിക്ക് തുല്യ വേതനം, ജോലി ചെയ്യാനുള്ള അവകാശം, മിനിമം കൂലി ലഭിക്കാനുള്ള അവകാശം, ന്യായമായ വിശ്രമത്തിലുള്ള അവകാശമൊക്കെ എന്തിൽ ചെയ്താൽ നമുക്ക് ഈ സാമ്പത്തികം പറഞ്ഞാലല്ല പണം, സാമ്പത്തിക സമത്വത്തിൽ എഴുതി വെക്കാം. പിന്നെ എഴുതാനുള്ളതാണ് മൂന്നാമത്തെ ഹെഡിങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യ ഹെഡിങ് കൊടുക്കുക, സാമൂഹിക സമത്വം. സാമൂഹിക സമത്വം സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി ലഭിക്കുന്ന അവസ്ഥയാണ് സാമൂഹിക സമത്വം. സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി ലഭിക്കുന്ന അവസ്ഥയാണ് സാമൂഹിക സമത്വം. ഈ സാമൂഹിക സമത്വത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം.
സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പോഷകാഹാരം, മിനിമം വേതനം തുടങ്ങിയവ ഉറപ്പാക്കുന്നതിലൂടെ അവസര സമത്വം ഉറപ്പുവരുത്താം. ഈ സാമൂഹ്യ സമത്വം ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രത്തിന് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എഴുതണം. അപ്പോൾ പൊതുസ്ഥലങ്ങളിലും തൊഴിൽ മേഖലയിലൊക്കെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വിവേചനമൊക്കെ നടക്കുന്നത് ഇതൊക്കെ എന്തിനെതിരെയാണ്? ഈ സാമൂഹ്യ സമത്വത്തിനെതിരെയാണ്. അപ്പോൾ ഈ 3 എക്സ്പ്ലെയിൻ ചെയ്യണം. പേജ് നമ്പർ 37, 38 ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 37, 38 നമ്മുടെ രണ്ടാം ഭാഗത്തിലാണ്. രണ്ടാം ഭാഗം പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാം ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ 37, 38 പേജിലൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 ചോദ്യോത്തരങ്ങൾ. ഒന്ന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ സമത്വവും സമത്വ തലങ്ങളും. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഷോർട്ടസ്റ്റ് രൂപത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ രണ്ടും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 ചോദ്യങ്ങൾ. മനുഷ്യാവകാശം എന്നാൽ എന്താണ്, അതുപോലെ മനുഷ്യാവകാശത്തിന് എന്താണ് വിവിധ തലങ്ങൾ, മനുഷ്യാവകാശങ്ങൾ എന്നാൽ എന്ത്, ആ മനുഷ്യാവകാശത്തിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താ മൗലികാവകാശങ്ങൾ എന്നാൽ എന്താണ്, അതിൻ്റെ തലങ്ങൾ. ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിന് വളരെ അനിവാര്യമെന്ന് നമ്മൾ കണ്ടെത്തിയ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്നാൽ എന്തും അതിൻ്റെ എത്ര തരം മൗലിക അവകാശങ്ങളുണ്ട്? നമുക്ക് മൗലിക അവകാശങ്ങൾ 6 നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക, കേട്ട് പഠിക്കുക, ആവർത്തി കേൾക്കുക, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അതോടൊപ്പം തന്നെ സമത്വവും സമത്വ തലങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പറൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യോത്തരങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഈ ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നും മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.